മധ്യരാജാവായ വിജയ് മല്യ 996 മറ്റോ ശബരിമല അയ്യപ്പന് ഒരു സ്വർണ്ണ നിർമ്മിതമായ ദ്വാരപാലക ശില്പം സമർപ്പിച്ചിരുന്നു. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മുൻ ശബരിമല ശാന്തി അതഴിച്ചു കൊണ്ടുപോവുകയും തൽസ്ഥാനത്ത് ചെമ്പിൽ സ്വർണം പൂശിയ ഒരു ദ്വാരപാലക ശില്പം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അധികാരി വർഗങ്ങളുടെയും തന്ത്രിയുടെയും സമ്മതമില്ലാതെ ഇത് സംഭവിച്ചു എന്ന് പറയുന്നത് നമുക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അയ്യപ്പൻ്റെ സ്വത്തുവകകളൊന്നും തന്നെ ശബരിമല പ്രമിസസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നിരിക്കെ അത് പുറത്തു കൊണ്ടുപോയത് ആചാരലംഘനമാണ്. ലൗകിക സുഖങ്ങളെല്ലാം തന്നെ പരിത്യജിച്ച് കാനനവാസം അനുഷ്ഠിക്കുന്ന ആളാണ് അയ്യപ്പൻ. ലാളിത്യമാണ് വ്രതാനുഷ്ഠാന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ഭക്തനും ഭക്തയും ആ സമയം അയ്യപ്പനും മാളികപ്പുറവുമായി മാറുകയാണ്. ചാന്തോഗ്യോപനിഷത്തിന്റെ മഹാവാക്യമായ തത്വമസി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ. അവനവനെ അറിയുക, ലളിതമായി ജീവിക്കുക. അങ്ങനെ ലാളിത്യ മുഖമുദ്രയായി ജീവിക്കുന്ന അയ്യപ്പനെ എന്തിന് സ്വർണം? അതും ആചാരലംഘനമല്ലേ? നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം യുവതിയായ മകളുള്ള ജയറാമിന്റെ വീട്ടിൽ കൊണ്ട് പൂജിച്ചതും ആചാരലംഘനമല്ലേ? ജയറാമും ഇപ്പോൾ വഴുവഴുപ്പുള്ള ഒരു പ്രതലത്തിലാണ് നിൽപ്പ്. ചീരപ്പൻചിറയിലെ ഈഴവ കുടുംബത്തിന്റെ അവകാശമായിരുന്നു വിടി വഴിപാട്. അതും എടുത്തു മാറ്റി. അതും ആചാരലംഘനമാണ്. മലയരന്മാരുടെ അവകാശമായിരുന്നു മകരജ്യോതി തെളിയിക്കൽ. അതും എടുത്തു മാറ്റി. ഷാഫി മഹദ്ബൽ മുസ്ലിങ്ങൾ ആയ വാവരുടെ കുടുംബാംഗങ്ങൾക്ക് വാവരുപള്ളി നടത്താനുള്ള അവകാശവും എടുത്തു മാറ്റി. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് കാലാകാലങ്ങളിൽ ഭരണവർഗവും ബ്രാഹ്മണരും ആചാരങ്ങളിൽ കൈകടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. സ്വാർത്ഥ ലാഭത്തിനായി ആചാരങ്ങൾ മാറ്റുകയും മറയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വരായുള്ള ഏത് അമ്പലത്തിലും ബ്രാഹ്മണർ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഗോത്രദൈവമായ അയ്യപ്പനെ പൂജിക്കാൻ ബ്രാഹ്മണരായി. ലാളിത്യം പാലിക്കേണ്ടവർ ഭഗവത് സന്നിധിയിൽ ഗുണ്ടകളെ പോലെ വീഴുന്നു. തടിച്ചു കൊഴുത്ത് ആനച്ചങ്ങല പോലെയുള്ള സ്വർണ്ണമാല കഴുത്തിലണിഞ്ഞ് പൗരപ്രമുഖരെ അയ്യപ്പന്റെ കോല കയ്യിൽ ഏന്തിയിരിക്കുമ്പോൾ പോലും കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുന്ന ബ്രാഹ്മണർ ഒരു അശ്ലീല കാഴ്ച തന്നെയാണ്. ഇത്രയും വലിയൊരു സ്വർണ്ണക്കടത്ത് ഭരണവർഗം നടത്തിയാൽ പോലും പ്രതിഷേധിക്കാൻ ബാധ്യതയുള്ള തന്ത്രി നിശബ്ദനായെങ്കിൽ അദ്ദേഹം വിശ്വാസിയല്ല, കൊള്ളക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ മന്ത്രമറിയുന്ന ഏതൊരാൾക്കും തന്ത്രിയാവാം. ഈഴവനും മലയരയനും ഇല്ലാത്ത ആനുകൂല്യവും പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റും ബ്രാഹ്മണർക്കും വേണ്ട. ശബരിമലയിലെ ബ്രാഹ്മണാധിപത്യം അവസാനിപ്പിച്ചേ മതിയാവൂ.